കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 5th സെമ്മിലെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം അതിൽ 2 മോഡൽ ക്വസ്റ്റ്യൻ ഉള്ളതിൽ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യനിലെ സെറ്റ് 2-ലെ സെക്ഷൻ ബിയും സെക്ഷൻ സി ആണ് നോക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ 16-ാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൻ്റെ പ്രമേയം എന്താണ്? അത് എഴുതിയത് ഉറൂബ് എന്ന് വെച്ചാൽ PC കുട്ടിക്കൃഷ്ണനാണ്. അപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലുള്ള കഥയാണ്. 17 ബദിരവിലാപം എന്ന കൃതിയുടെ സവിശേഷത എന്തല്ല? ബദിരവിലാപം എഴുതിയത് കുമാരനാശാന്, വള്ളത്തോൾ നാരായണ മേനോനാണ്. 1908 ബദിരനായ കേൾവി നഷ്ടമായ വള്ളത്തോളിൻ്റെ വികാരമാണ് ബദിരവിലാപത്തിൽ കാണിക്കുന്നത്. അതിൽ കേൾവി നഷ്ടപ്പെട്ടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുഃഖവും നിസ്സംഗതയും എല്ലാം അതിൽ ആവിഷ്കരിക്കുന്നു. എങ്കിലും കേൾവി നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ശുദ്ധി, വാക്യത്തിൻ്റെ ശബ്ദ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. 19 ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ 5 കഥാപാത്രങ്ങളുടെ പേര്: 1 രാധ, വിശ്വം, സുലൈമാൻ, ശാന്ത, ഗോപാലകൃഷ്ണൻ, രാമൻ നായർ, അങ്ങനെ പോകുന്നു. 20 ബോധധാരാ സമ്പ്രദായത്തെക്കുറിച്ച് കുറിപ്പെഴുതാൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ വികാരങ്ങൾ അതേപടി ചിന്തകളായി ഒരു തടസ്സവുമില്ലാതെ, വ്യാകരണമില്ലാതെ, ദൃക്സാക്ഷിയെപ്പോലെ അതേ സമയത്ത് തന്നെ എഴുതുന്നതാണ്. അത് മനസ്സിലുണ്ടാകുന്ന ആ വികാരങ്ങൾ അതേപടി എഴുതുന്നതാണ് ബോധധാര സാഹിത്യ സമ്പ്രദായം. 21-ാമത്തെ ക്വസ്റ്റ്യൻ, കുമാരനാശാൻ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എഴുതാനിടയായ സാഹചര്യം എന്ത്? SNDP യോഗത്തിൻ്റെ സെക്രട്ടറി പദവിയിൽ ഇരിക്കുമ്പോൾ കുമാരനാശാൻ ഉണ്ടായ വിമർശനവും കുപ്രചരണങ്ങളും അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കി. ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളാണ്, അതിൻ്റെ പ്രതിയാത്മകമായിട്ടാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എഴുതിയത്. അതിലെ കുയിലെന്ന് പറയുന്നത് അത് കുമാരനാശാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആ കുയിലവിടെ പറയുന്നത്. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൻ്റെ ഇതിവൃത്തം എന്താണ്? ഒരു തെരുവിൻ്റെ കഥ SK പൊറ്റക്കാടിൻ്റെതാണ്. പ്രശസ്ത സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. അദ്ദേഹം യാത്രാവിവരണങ്ങളാണ് കൂടുതലും എഴുതുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യരുടെ ജീവിതമാണ് ഇത് വരച്ചു കാട്ടുന്നത്. ഒരു തെരുവിൻ്റെ കഥ. ഇത് മനുഷ്യരുടെയും ജീവിതങ്ങൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പടുകുഴിയിൽ ജീവിക്കുന്ന തെരുവിൻ്റെ മക്കളാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും. കൃഷ്ണക്കുറുപ്പ് പത്രക്കെട്ടിൻ്റെ തലക്കെട്ട് വായിച്ച് ഉറക്കെ വിളിച്ച് ഉപജീവനം നടത്തുന്നു. ഓമാഞ്ചി തെരുവിൽ ഒരു പ്രത്യേക കഥാപാത്രമാണ്. അതുപോലെ തന്നെ കുരുടൻ മുരുകനും, ഇറച്ചിക്കണ്ടം മൊയ്തീനും, പൊടിക്കാലനും, കുഞ്ഞിപ്പാത്തുവും, കേരള മാസ്റ്ററും, രാധയും, മമ്മത്തും എല്ലാവരും ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ മുട്ടായി തെരുവിൻ്റെ കഥയാണ് ഈ നോവലിലെ ഇതിവൃത്തം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ശബ്ദ സൗന്ദര്യം ഇതിനുണ്ട്, പിന്നെന്താണ്, അലങ്കാര പ്രിയതയും ഇതിനുണ്ടെന്നുള്ളതാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, കർണഭൂഷണത്തിൻ്റെ രചനാപരമായ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളൂർ S പരമേശ്വരയ്യരുടെ ഒരു ഖണ്ഡകാവ്യമാണ് ഇത് കർണഭൂഷണം എന്ന് പറയുന്നത്. വ്യാസഭാരതത്തിലെ സൂര്യൻ്റെയും കർണൻ്റെയും സംഭാഷണത്തെയാണ് ഇതിൽ കർണഭൂഷണത്തിൽ പറയുന്നത്. 24-ാമത്തെ ക്വസ്റ്റ്യൻ, OV വിജയൻ്റെ 2 നോവലുകളുടെ പേരാണ് ഖസാക്കിൻ്റെ ഇതിഹാസവും ഗുരുസാഗരവും, ധർമ്മപുരാണം എല്ലാം. 25-ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിലെ 2 മഹാകാവ്യങ്ങളുടെ പേര് പറഞ്ഞാൽ. 1 ഉമാകേരളം ഉള്ളൂർ S പരമേശ്വരയുടേതും ചിത്രയോഗം വള്ളത്തോൾ നാരായണ മേനോൻ്റെതും. അടുത്തത് സെക്ഷൻ സി ആണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, ബഷീറിൻ്റെ കൃതികളെ ശ്രദ്ധേയമാക്കുന്ന ഒരു പ്രധാന ഘടകം അതിലെ ഭാഷയാണ്. ഫാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ അടിസ്ഥാനമാക്കി വരികയാണ്. ഫാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. സ്വന്തം കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ അതേപോലെ അവർ സംസാരിക്കുന്ന അതേ ഭാഷയിൽ എഴുതപ്പെട്ട, അങ്ങേയറ്റം ഹാസ്യവും ലളിതവും തമാശ രൂപേണ എഴുതിയ കൃതിയാണ് ഫാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. ഫാത്തുമ്മയുടെ ആടിലെ ഓരോ ജീവജാലങ്ങളും അതിലെ കഥാപാത്രങ്ങളാണ്. മനുഷ്യൻ മാത്രമല്ല, കോഴിയും ആടും എലിയും ചാമ്പമരവും എല്ലാം അതിലെ കഥാപാത്രങ്ങളാണ്. ഫാത്തുമ്മയുടെ ആടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും ഭക്ഷണമില്ലാതെ ദാരിദ്ര്യം മാത്രം ബാക്കിയാകുന്ന അവസ്ഥകളുമൊക്കെയാണ് അദ്ദേഹത്തിൽ കാണിക്കുന്നത്. 27-ാമത്തെ ക്വസ്റ്റ്യൻ, നവോത്ഥാനകാല സാഹിത്യത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ നവോത്ഥാന കാലത്തിൻ്റെ കഷ്ടപ്പാടുകളും
അതുപോലെ ആ സമയത്തുണ്ടായ അതിതീക്ഷ്ണമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥകളും ആണ് അതിൽ കാണിക്കുന്നതെന്ന് പറയുന്നത്. നവോത്ഥാനകാല സാഹിത്യത്തിൻ്റെ സവിശേഷതയിൽപ്പെടുന്നതാണ് ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായി പോരാടിയ സാഹിത്യ കാലഘട്ടമായിരുന്നു അന്ന്. നവോത്ഥാന കാലഘട്ടത്തിലാണ് എല്ലാ കവികളും കഥാകാരന്മാരും അവരുടെ രചനകൾ കൂടുതൽ ആഴത്തിൽ എഴുതാനും അത് ജനങ്ങളിൽ എത്തിക്കാനും അത് വായിച്ച് ജനങ്ങൾ ബോധമുണ്ടാകാനും ഇടയാക്കിയത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ PC കുട്ടിക്കൃഷ്ണൻ്റെ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും അതിൽ ഒരു എടുത്തു പറയേണ്ട ഒരു കഥയാണ്. അതുപോലെ 28ാമത്തെ ക്വസ്റ്റ്യൻ, ഭാവഗീതങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് പറയുന്നത്. ഭാവഗീതങ്ങൾ എന്ന് വെച്ചാൽ ലിറിക്കൽ പോയട്രിയാണെന്നറിയപ്പെടുന്നത്. ആത്മനിഷ്ഠയും സംഗീതാത്മകതയും പ്രകൃതിയും പ്രണയവും വികാരപ്രകടനവും അതീവ തീവ്രമായി തന്നെയാണ് ഇതിൽ മലയാള സാഹിത്യത്തിൻ്റെ ഒരു ഏട് തന്നെയാണ് ഈ ഭാവഗീതങ്ങളായ ലിറിക്കൽ പോയട്രികൾ. ലിറിക്കൽ പോയട്രിയിൽ എടുത്തു പറയത്തക്ക ലിറിക്കൽ പോയട്രിയിലെ ബാലാമണിയമ്മ, P. കുഞ്ഞിരാമൻ നായർ, ചങ്ങമ്പുഴ, ബാലാമണി അമ്മയെ കുട്ടികൾ കവിതയുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത് ബാലാമണി അമ്മയെ. അതുപോലെ സർവകാല ജീവിത ഹാസ്യങ്ങളും സമകാലീന സമസ്യകളും ആത്മാവിൻ്റെ കവാടങ്ങളിൽ മുട്ടുന്നത് പോലെ വാത്സല്യത്തോടെയും ഭക്തിയോടെയും പ്രേമത്തോടെയുമാണ് ബാലാമണി അമ്മ ഓരോ കവിതകളും എഴുതിയിട്ടുള്ളത്. അതുപോലെ ബാലാമണി അമ്മയ്ക്ക് ഉള്ള പ്രത്യേകത മർത്യ ജീവിത ദർശനത്തിൻ്റെ മുഖ്യധാരയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ അതുപോലെ കുഞ്ഞുങ്ങളെ ഈശ്വരാംശമായിട്ടാണ് കവി ദർശിക്കുന്നത്. മകനെ വളർത്തി വലുതാക്കുന്നതും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായിട്ടാണ് കവി കാണുന്നത്. മകൻ്റെ നര കുട്ടികൾക്കിടയിൽ എന്നീ കവിതകളും ഈശ്വരൻ്റെ മഹത്വത്തെയും ശൈശവത്തിൻ്റെ നിഷ്കളങ്ക ഭാവങ്ങളെയുമാണ് ബാലാമണി അമ്മ നമുക്ക് ഈ ലിറിക്കൽ കവിതകൾ കൂടി കാണിച്ചു തരുന്നത്. അതുപോലെ ലിറിക്കൽ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മർത്യ ജീവിത ദർശനത്തിൻ്റെ മുഖ്യധാരയായി വർദ്ധിക്കുന്ന ഭാവം മാതൃത്വമാണ് എന്നാണ് ബാലാമണി അമ്മയുടെ കവിതകൾ കൂടി പറഞ്ഞു തരുന്നത്. അമ്മയും കുടുംബിനിയും, ധർമ്മമാർഗത്തിലും, പ്രഭാങ്കുരം, ത്രിഹൃദയം, കളിക്കൊട്ട എന്നീ മാതൃഭാവം പ്രകടമാകുന്ന കവിതകൾ അവരുടേതാണ്. അതുപോലെ കുഞ്ഞിരാമൻ നായർ ഒരു ലിറിക്കൽ കവിയാണ്. തനി കേരളീയ കവിയും ഭക്തകവി എന്നൊക്കെ PA വിശേഷിപ്പിക്കുന്ന അദ്ദേഹം പ്രകൃതിയെക്കുറിച്ചും പാശ്ചാത്യൻ്റെ സംസ്കാരത്തെ എതിർത്തും കവിതകൾ എഴുതിയ, പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയുടെ ബിംബകൽപ്പനകളുടെ ധാരാളിത്തമാണ് Pയുടെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ലിറിക്കൽ കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി കവികളെന്നാണ് അറിയപ്പെടുന്നത്. അവരും ഒരു ലിറിക്കൽ കവിയാണ്. ചങ്ങമ്പുഴയുടെ രമണനും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ചും ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ് തകർന്ന മുരളി എന്നുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യനാണ് ആധുനികത, മോഡേണിസം കുറിപ്പെഴുതുക എന്നാണ്. മലയാള സാഹിത്യത്തിൽ 1960കളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ശക്തമായ ഒരു പ്രസ്ഥാനമാണ് ഇത് ആധുനികത എന്ന് പറയുന്നത്. ആധുനികത എന്നത് 18-19 നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ നാടുകളിലുണ്ടായ ഉണർവിനെ കുറിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ സാമൂഹികമായ ഉരുത്തിരിയലിനെ ഉന്നം വെച്ചാണ് ആധുനികത എന്ന പ്രയോഗം കേട്ടു തുടങ്ങിയതെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ അവസാന കാലത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലുണ്ടായ സാഹിത്യ പുരോഗതിയെ ലക്ഷ്യം വെച്ചാണ് ആധുനികത എന്ന പ്രയോഗം ഒരു സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെട്ടു തുടങ്ങിയത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 1890 മുതൽ 1940 വരെയുള്ള കാലത്താണ് ആധുനികത നിലനിന്നതും ആധുനികതയുടെ ഏറ്റവും ക്രിയാത്മകവും നവീനവുമായ കാലമാണ് 1920കളും 30കളും ആയിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. സമകാലിക എന്നർത്ഥമുള്ള മോഡോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് മോഡേണിസം എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി. 30ാമത്തെ ക്വസ്റ്റ്യൻ, ബാലാമണി അമ്മയുടെ കാവ്യ ജീവിതത്തെ പരിചയപ്പെടുത്തുക. എന്നാൽ ബാലാമണി അമ്മ കവിയാണ്, മാതൃത്വത്തിൻ്റെ കവിയാണ്, വാത്സല്യത്തിൻ്റെ കവിയാണ്. സ്ത്രീ ഹൃദയത്തിൽ നന്മകൾ കവിതയുടെ അന്തർധാരയായി ലളിതമായ ദാർശനികതയോടുകൂടി കാണിക്കുന്നതാണ് ബാലാമണി അമ്മയുടെ കഥകളെന്ന് പറയുന്നത്. അവരുടെ
ബാലാമണിയമ്മ. അനൗപചാരിക വിദ്യാഭ്യാസമാണ് ബാലാമണിയമ്മയ്ക്ക് ലഭിച്ചതെങ്കിലും അവർക്ക് സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മനുഷ്യജീവിതത്തിലെ ആർദ്രവും ലോലവുമായ ഭാവങ്ങൾ ഹൃദയസ്പർശിയായി അവർ തൻ്റെ കവിതകളിൽ അവതരിപ്പിച്ചു. അവരുടെ കവിതകളിലെ മാതൃത്വം എന്ന ഭാവത്തിൻ്റെ ആദർശവൽക്കരണം കാരണം സഹൃദയ മനസ്സിനെ ഉരുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്ന സർഗാത്മക വൈഭവം ബാലാമണിയമ്മയുടെ കവിതകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, കാളിയച്ഛൻ എന്ന കവിതയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ്. ഈ ഭാസ്കരൻ്റെതാണ് കാളിയച്ഛൻ എന്ന കവിത. പ്രശസ്തമായ കവിതയാണ് കാളിയച്ഛൻ. കഥകളി എന്ന കലാരൂപത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധമാണ് കർക്കശക്കാരനായ ആശാൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിക്ഷണം വഴി മികച്ച നടനായി മാറുന്ന ശിഷ്യൻ്റെയും കഥയാണ് കളിയച്ഛനിൽ പറയുന്നത്. കലയും ജീവിതവും കലയോടുള്ള സമർപ്പണവും അതേസമയം കലാകാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏകാന്തതയും പ്രതിസന്ധികളും കവിത ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. മാനസിക സംഘർഷങ്ങളായ ഈഗോ, പശ്ചാത്തലം, സ്നേഹം എന്നിവയുടെ തീവ്രമായ മാനസിക അവസ്ഥകൾ കവിതയിൽ പ്രതിഫലിക്കുന്നു. 33ാമത്തെ ക്വസ്റ്റ്യൻ, ആശാൻ കവിതയിലെ ജീവിത ദർശനത്തെക്കുറിച്ച് കുറിപ്പെഴുതുക എന്നുള്ളതാണ്. ആശാൻ്റെ കവിതകൾ കാവ്യമെഴുതാതെ മഹാകവിയായ കുമാരനാശാൻ്റെ കവിതകൾ കേവലം പ്രണയ വർണ്ണനകൾ മാത്രമല്ല, മറിച്ച് ആഴമേറിയ ജീവിത ദർശനങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. മാറ്റത്തിൻ്റെ ദർശനം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന വരികളിലൂടെ സാമൂഹിക മാറ്റത്തിൻ്റെ അനിവാര്യത അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം ഒരു സ്നേഹഗായകനാണ്. സ്നേഹമാണ് അഖില സാഗര മൊഴിയിൽ എന്ന് പാടിയ ആശാൻ മനുഷ്യത്വത്തിൻ്റെയും ആത്മീയ സ്നേഹത്തിൻ്റെയും വക്താവായിരുന്നു. സ്വാതന്ത്ര്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയ്ക്കും സമത്വത്തിനുമെതിരെ ശക്തമായി പ്രതികരിക്കുകയും മനുഷ്യൻ്റെ ആത്മീയതയും സാമൂഹികമായ സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകുകയും ചെയ്ത കൃതികളാണ് വീണപ്പൂവ്, നളിനി, ഒരു ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ഇങ്ങനെ പോകുന്നു, കരുണ. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാത്തിലും സ്നേഹമാണ് പറയുന്നത്. ഉദാഹരണമായി പറയുകയാണ്, സാവിത്രിയുടെ ദുരാവസ്ഥ തന്നെ ജാതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ലോകത്ത് ജീവിച്ച സാവിത്രിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി കലാപ കാലഘട്ടത്തിൽ പുലയൻ്റെ വീട്ടിൽ അഭയം തേടുകയും ആ പുലയൻ സംരക്ഷണവും സ്നേഹവും എല്ലാം നൽകുകയും ചെയ്യുന്നു. ഒന്നിച്ച് അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം. മനുഷ്യത്വമാണ് ജാതിയേക്കാൾ വലുതെന്ന് സാവിത്രിയിൽ കൂടി തിരിച്ചറിയിക്കുന്നു കുമാരനാശാൻ. മിശ്ര വിവാഹത്തെ ജാതീതമായി വെടിഞ്ഞ് പരസ്പരം പ്രണയിക്കുന്ന വിവാഹം കഴിക്കുകയും ചെയ്യുന്നതാണ് ഈ കൃതിയിലെ ഐത്തോച്ചാടനത്തെയും മിശ്ര വിവാഹത്തെയും ആശാൻ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, അദ്ദേഹം SNDPയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്തുണ്ടായ അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമങ്ങൾ ആണ് അദ്ദേഹം ഗ്രാമവൃക്ഷത്തിലെ ഒരു കുയിലായി കാണിച്ചു കൊടുക്കുന്നത്. ചിന്താവിഷയായ സീത ചിന്തിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ലീല അവൾ പ്രണയിച്ചിരുന്ന കാമുകനെ തേടി പോവുകയും ലീല വിവാഹം കഴിച്ചു പോകുമ്പോൾ കാമുകൻ ഭ്രാന്തനായി മാറുകയും കാട്ടിൽ അദ്ദേഹം ഭ്രാന്ത് പിടിച്ച് മരിച്ച് ചിതയിലേക്ക് ലീല ചാടി മരിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന് ആണ് അഖില സാഗര മൊഴിയിൽ എന്ന കൃതി ആസ്പദമാക്കി നമുക്ക് പറയാം. കാക്കനാടൻ്റെ 34ാമത്തെ ക്വസ്റ്റ്യൻ, കാക്കനാടൻ്റെ നോവലുകൾ രചനാപരമായ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് പറയുന്നത്. മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ വക്താവായിരുന്ന കാക്കനാടൻ ജോർജ് വർഗീസ് എന്നറിയപ്പെടുന്നു. വേറിട്ട ഒരു രചനാശൈലിയിൽ പിന്തുടർന്ന് അരാജകത്വവും വിപ്ലവവും പരമ്പരാഗത മൂല്യങ്ങളോടുള്ള മടിപ്പും അരാജകത്വ ബോധവും വിപ്ലവ വീര്യവും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉഷ്ണമേഖല, വസൂരി ഇതെല്ലാം പ്രകടമാണ്. തീക്ഷ്ണമായ ഭാഷയുണ്ടായിരുന്നു പരുക്കനും എന്നാൽ വായനക്കാരനെ ഉലയ്ക്കുന്നതുമായ ആവേശഭരിതമായ ഭാഷാശൈലിയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ലൈംഗികതയും ദർശനവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ലൈംഗികതയും ആത്മീയ അന്വേഷണങ്ങളുമെല്ലാം ഒരേപോലെ നോവലുകളായി സമന്വയിപ്പിച്ച ആളാണ്, സാഹിത്യകാരനാണ് ആധുനിക വക്താവായിരുന്ന കാക്കനാടൻ ജോർജ് വർഗീസ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഉള്ളൂരിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് സംഗ്രഹിച്ച് കുറിപ്പെഴുതുക എന്നാണ്. മലയാള കവിത്രയങ്ങളിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകവിയാണ് അദ്ദേഹം. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ബഹുമുഖ പ്രതിഭാശാലിയാണ്. ഉജ്ജ്വല ശബ്ദ സൗന്ദര്യവും സംസ്കൃത പദപ്രയോഗവും കൊണ്ട് ശൈലിയും ഗാംഭീര്യവുമുള്ള വരികളായിരുന്നു ഉള്ളൂർ കവിതയുടെ പ്രത്യേകതകൾ. അതിൽ ഉമാകേരളവും പ്രേമസംഗീതവും എടുത്തു പറയപ്പെടുന്ന ഒന്നാണ്. കവി എന്നതിനപ്പുറം കേരള സാഹിത്യ ചരിത്രം എന്ന ബൃഹത്തായ ഗ്രന്ഥം രചിച്ച പ്രശസ്ത ഗവേഷകനും ചരിത്രകാരനുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വൈവിധ്യങ്ങൾ
മൂല്യങ്ങളെന്ന് പറയുന്നത് ഭക്തിയാണ്, ദർശനമാണ്, മനുഷ്യസ്നേഹമാണ്, ദേശീയബോധമാണ് എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിറഞ്ഞു നിന്നിരുന്നു. കേരളത്തിലെ ഉമയമ്മ റാണിയുടെ കഥയാണ്. ഉമയമ്മ റാണി ആദിത്യ കഴിവില്ലാത്ത രാജാവായിരുന്നു. ആദിത്യവർമ്മയുടെ ആ സമയത്തുണ്ടായ ചതികളും വഞ്ചനകളും ഓരോ മനുഷ്യരും കാണിച്ചു കൂട്ടിയ ദുർബലതയെ ദുർവിനിയോഗം ചെയ്തു. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഉമയമ്മ റാണിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ പ്രശസ്തിയും അതിൻ്റെ നിലനിൽപ്പും തിരിച്ചു കൊണ്ടുവരാൻ കാരണക്കാരിയായ ഒരു റാണിയാണ് ഉമയമ്മ റാണി. അവരുടെ ശരിക്കും കഥയാണ് 19 ഭാഗങ്ങളായി 2000-ലേറെ ശ്ലോകങ്ങളുമായിട്ട് ഉമാകേരളം അദ്ദേഹം മഹാകാവ്യമായി എഴുതിയത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, വിഷകന്യക ലക്ഷണമൊത്ത ഒരു കാൽപ്പനിക നോവൽ ആണെന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രശസ്തമായ നോവലാണ് വിഷകന്യക. മലബാർ കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കൃതിയെ കേവലം ഒരു കാൽപ്പനിക നോവലായി മാത്രം കാണാനാകില്ല. അതിൻ്റെ യാഥാർത്ഥ്യബോധമെന്ന് പറയുന്ന മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ കർഷകരുടെ പട്ടിണി, രോഗം, മലമ്പനി രോഗം ബാധിച്ചു മരണം എന്നിവയുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നോവൽ വിവരിക്കുന്നത്. എന്നാൽ പ്രകൃതിയുടെ വന്യതയെ, മലബാറിലെ വന്യമായ പ്രകൃതിയെ ഒരു വിഷകന്യകയായി കവി ഉപമിക്കുന്നു. അത് കുടിയേറ്റക്കാരെ ആകർഷിക്കുകയും പിന്നീട് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ കാൽപ്പനികതയുണ്ടെങ്കിലും പ്രമേയം തികച്ചും യാഥാർത്ഥ്യബോധമുള്ളതായിരുന്നു. അതിൻ്റെ തീരുമാനങ്ങളെന്ന് പറയുന്നത് കാൽപ്പനികമായ ചില ഘടകങ്ങളുണ്ടെങ്കിലും ഇത് മലയാളത്തിലെ മികച്ച ഒരു സാമൂഹിക യാഥാർത്ഥ്യബോധമുള്ള ഒരു നോവലായിരുന്നു. 37ാമത്തെ ക്വസ്റ്റ്യൻ, 3 ദശാബ്ദ കാലം കൊണ്ട് ഒരു നാട്ടിൽ സംഭവിക്കുന്ന പരിണാമത്തിൻ്റെ ചരിത്രമാണ് ഒരു ദേശത്തിൻ്റെ കഥ വിശകലനം ചെയ്യുകയാണെങ്കിൽ, എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത മാസ്റ്റർ പീസ് കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. ദേശത്തിൻ്റെ പരിണാമം, അതിരാണിപ്പാടം എന്ന നാടിൻ്റെയും അവിടുത്തെ മനുഷ്യരുടെയും 3 പതിറ്റാണ്ട് കാലത്തെ ചരിത്രമാണ് നോവൽ നമുക്ക് തരുന്നത്. വ്യക്തിയും സമൂഹവും അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീധരൻ എന്ന കഥാപാത്രത്തിൻ്റെ വളർച്ചയിലൂടെ നാട്ടിൻ പുറവും നന്മകളും പിന്നീട് അവിടെ കടന്നു വരുന്ന നഗരവൽക്കരണവും രാഷ്ട്രീയ മാറ്റങ്ങളും മനുഷ്യരുടെ സ്വാർത്ഥവും നോവലിൽ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ ചരിത്രരേഖ എന്ന് പറയുന്നത് ഒരു നാട് എങ്ങനെ മാറിമറിയുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ നോവൽ കേവലം ഒരു കഥയല്ല, ഒരു ദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പരിണാമത്തിൻ്റെ വിശ്വസനീയമായ പ്രമാണമായാണ് കാണാൻ കഴിയുന്നത്. അതിരാണിപ്പാടം എന്ന ഒരു സ്ഥലത്തിൽ വ്യത്യസ്തമായ മതമൊക്കെ ഉള്ളവരുണ്ട്, ജാതിയുള്ളവരുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, അസൂയുണ്ട്, ദയുണ്ട്, ഒട്ടേറെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ചെറു ലോകമാണ്. ഇതിലെ ശ്രീധരൻ്റെ യാത്രകളിലൂടെ വിദേശ സംസ്കാരം നോവലിലൂടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ ഇതിലെ ഭാഷാശൈലി, കവിത, ചരിത്രം ഫലിതം നിറഞ്ഞതാണ്. ഭാഷ വായനക്കാരനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒരുപോലെ നോവലിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറയുന്നത് സുന്ദരികളും സുന്ദരന്മാരും പി.സി. കുട്ടിക്കൃഷ്ണൻ്റെ അതിൽ 5 കുറച്ച് കഥാപാത്രങ്ങളെയൊക്കെ ചോദിക്കും. പക്ഷേ അതിൽ വിശ്വനും രാധയും കുഞ്ഞിരാമനും ഗോപിയും കാർത്തികേയനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ മലബാർ കലാപ സമയത്ത് അനാഥമാകുന്ന 2 കുഞ്ഞുങ്ങൾ സുലൈമാനും വിശ്വവും. ഈ വിശ്വത്തിനെ രാമൻ നായർ ഏറ്റെടുക്കുന്നു, സുലൈമാനും മുസ്ലിം ഫാമിലി ഏറ്റെടുക്കുന്നു. അതിൽ വിശ്വം പോകുന്ന രാമൻ നായരുടെ മകൾ രാധയുമായി പ്രണയത്തിലാകുന്നു. പക്ഷേ രാധയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നു. അവസാനം ശാന്ത എന്നൊരു പെണ്ണെ കാണുന്നു. അവർ പണക്കാരനെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നു. അവസാനം ശാന്തയുടെ ജീവിത തകർച്ചയിൽ ശാന്ത വിശ്വനുമായി അടുക്കുന്നു. അവരിലൊരു മകൻ ജനിക്കുന്നു. രാധയ്ക്ക് ഒരു മകളും ജനിക്കുന്നു. അത് വിശ്വന് ഒരു മകള് ശാന്ത എന്നുള്ള ഒരു മകൻ ജനിക്കുന്നു. രാധയ്ക്ക് ഒരു മകനും ജനിക്കുന്നു. എന്നിട്ട് ഈ 3 തലമുറകളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ശാന്തയും വിശ്വൻ്റെ മകനും തമ്മിൽ അവരൊന്നിക്കുന്നു, പ്രണയിക്കുന്നു. ഇതിൽ ശരിക്കും ഈ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയാൻ കാരണം തന്നെ അതിൽ ഓരോ കഥാപാത്രങ്ങളും പകയും വിരോധവും ഒന്നും വെച്ച് പുലർത്തുന്നില്ല. അവർ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അവിടെ തളർന്ന് വീഴുന്നില്ല. അവരടുത്ത ഇതനുസരിച്ച് അവരുടെ സ്നേഹവും അസൂയ എല്ലാം അവർ മറികടന്നുകൊണ്ട് അവർ സ്നേഹിക്കുന്നു. ആ സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അതിൽ ഖേദിച്ച് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്താതെ പുതിയ ജീവിതങ്ങൾ കണ്ടെത്തി അവർ മുന്നോട്ട് പോവുകയാണ്. സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് തന്നെയാണ് ഈ കഥാകൃത്ത് അതിൽ വിവരിച്ചിരിക്കുന്നത്. അവരുടെ ജീവിത ശൈലിയാണ് ഈ കഥാകൃത്ത് ഇങ്ങനെ സുന്ദരികളും സുന്ദരന്മാരുമെന്ന് ഇദ്ദേഹം പി.സി. കുട്ടിക്കൃഷ്ണൻ ഉറൂബ് നിത്യയൗവനമെന്നർത്ഥമുള്ള ഉറൂബ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഉമ്മാച്ചുവിലും അത് ഉമ്മാച്ചുവിനെയും അത് മായനെയും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ കഥയും ഏകദേശം ഇതുപോലെയൊക്കെ ആണ്. അവരുടെ തലമുറകൾ പിന്നെ ഒന്നിക്കുന്നതും അവർ ഈ ജീവിതങ്ങളിൽ തളർന്നു പോകാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും
പകകളും വിരോധങ്ങളും കടന്നു പോകുന്നതും ചെയ്ത പാപങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതും അങ്ങനെയാണ് ഉമ്മാച്ചുവിലെ കഥയും കടന്നു പോകുന്നത്. അതുപോലെ കാൽപ്പനികത എന്ന് പറയുന്നത് ബോധ മനസ്സിനേക്കാൾ അബോധ മനസ്സിനെ ആദരിക്കുന്ന, റൊമാൻസ് എന്നത് ഉന്നത സംസ്കാരങ്ങൾക്കിടയിൽ ഒരു സാഹിത്യ വിഭാഗം എന്ന നിലയിലാണ് പോകുന്നത്. അതുപോലെ ചിത്രയോഗം, വള്ളത്തോൾ മഹാകവിയുടെ ചിത്രയോഗം 1913 പ്രസിദ്ധീകരിച്ചത്. 18 സർഗങ്ങളുണ്ട്. പുരാണ പശ്ചാത്തലമാണ്. നായകൻ ചന്ദ്രസേനൻ പിന്നെ നടി താരാവലിയുമായി പ്രണയത്തിലാകുന്നതുമൊക്കെയാണ് അതിലെ കഥാസന്ദർഭങ്ങളെന്ന് പറയുന്നത്. പിന്നെ സാറാ ജോസഫിൻ്റെ ആളോഹരി ആനന്ദം അല്ലെ ലൗലി എന്ന കഥാപാത്രവും സൂസൻ എന്ന കഥാപാത്രവും സ്വർഗരതി ചെയ്യുന്നവരാണ്. ജോസഫ് ആണ് ലൗലിയെ കല്യാണം കഴിച്ചെങ്കിലും അവരുടെ ജീവിതം കെട്ടുറപ്പോ സന്തോഷമില്ലായിരുന്നു. അവസാനം സൂസനിൽ നിന്നാണ് സാറയ്ക്ക് സന്തോഷവും എല്ലാം സുഖങ്ങളും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സാറയും ലൗലിയും സൂസനും ഒന്നിച്ച് ജീവിക്കുകയും അതിൽ അവർ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുകയാണ്. ആറ്റുംപുറത്ത് കുടുംബത്തിൽപ്പെട്ട ഒരു ആളാണ് ജോസഫ് എന്ന് പറയുന്നത്. പുരുഷാധിപത്യ ചിന്താഗതികളുടെ അടിച്ചമർത്തലുകളുമാണ് അയാളുടെ കഥാപാത്രത്തിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.